മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മാധ്യമങ്ങളെ കാണുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യത്തിൽ ഒരു ഇലക്ഷൻ മെഷീനറിന് വളരെ ഈസി ആയിട്ട് SIR ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് നമുക്ക് പറയാൻ ഉള്ളത്. പിന്നെ മറ്റൊരു നമ്മുടെ പ്രിപ്പയർനെസ്സിന്റെ ഭാഗമായിട്ട് ട്രെയിനിങ് കാര്യങ്ങളൊക്കെയെല്ലാം നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ടുള്ള പ്രിന്റിംഗ് വേണ്ടി വരും, അതിനുള്ള ഒരു ടൈപ്പ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ നമ്മുടെ ഭാഗത്തിനും നമ്മളെല്ലാം സജ്ജമായിട്ട് നമ്മൾ ഇലക്ഷൻ കമ്മീഷനുടെ മുൻപ് നമ്മളിത് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കെല്ലാം ഇത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. സോ നമ്മുടെ ഷെഡ്യൂൾ വരുന്ന സമയത്ത് എല്ലാവരുടെ സഹായത്തോടു കൂടി നമുക്ക് ഏറ്റവും നല്ല വിധത്തിലെ SIR കേരളത്തിൽ ചെയ്യാൻ സാധിക്കുമെന്നാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ ഇതിലെ ഒരു ബ്രീഫായിട്ടുള്ള പ്രൊസീജിയർ പറയാം. കാരണം SIR എന്ന് പറയുന്നത് അത്ര ഒരു വലിയ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഇത് SIR ആദ്യമായിട്ടല്ല ഇത് ഇന്ത്യയിൽ നടക്കുന്നത്. അത് താങ്കൾക്ക് കൊടുത്തിട്ടുള്ള ഇതിൽ തന്നെ ഉണ്ട്, പ്രസന്റേഷനിൽ. ഇത് ആദ്യമായിട്ട് റോൾ പ്രിപ്പയർ ചെയ്ത് 1951 തന്നെ ചെയ്തിരുന്നു. പിന്നെ SIR 1952, 1960, 1983, 84, 89 അങ്ങനെ ഘട്ടഘട്ടമായിട്ട് ഇത് ചെയ്ത് വന്നിട്ടുള്ള ഒരു പ്രക്രിയ തന്നെയാണ്. സോ അത്ര ഒരു ഭയപ്പെടുന്ന ഒരു കാര്യമൊന്നുമില്ല. ഈ വിവരസാങ്കേതിക വിദ്യയുടെ ഒരു സമയത്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഓൺലൈൻ അടക്കം ഉള്ള ഒരു സൗകര്യം ഉള്ള സമയത്ത് ആർക്കും ഒരു ആശങ്ക ഉണ്ടാവേണ്ട ഒരു കാര്യവും ഇല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ പ്രൊസീജിയർ വളരെ സിമ്പിൾ ആയിരിക്കും. നമ്മുടെ നിലവിലുള്ള ഇലക്ട്രൽ റോൾ, അതായത് 2025 എല്ലാ ഇലക്ട്രൽ റോളിലുള്ള എല്ലാ വോട്ടേഴ്സിനും ഒരു എനുമറേഷൻ ഫോം പ്രീ ഫിൽഡ് ആയിട്ട് അവർക്ക് കിട്ടും. അത് ഓൺലൈൻ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. നമ്മുടെ BLOമാർ അവർ വീട്ടിൽ ചെന്നിട്ട് അത് കൊടുക്കും. അത് വളരെ ഈസി ആയിട്ട് ഫിൽ ചെയ്യുന്ന ഒരു ഫോമാണ്. അതൊരു 10 കോളംസേ ഉള്ളൂ. അത് ഫിൽ ചെയ്യണം. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു നേരത്തെ 11 ഡോക്യുമെന്റ്സ് ആയിരുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് ആസ് എ പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി ആധാർ കൂടി ഉൾപ്പെടുത്തണം എന്ന നിർദ്ദേശം വന്ന സ്ഥിതിക്ക് അത് ഇലക്ഷൻ കമ്മീഷൻ അത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നത്. കേരളത്തിലും SIR വരുന്നു. നിലവിലെ പരിഷ്കരണം ഇപ്പോഴുള്ള പട്ടിക പുതുക്കൽ മാത്രം എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത്.